ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ജിഞ്ചർ വേണം, എത്ര ഗാർലിക് വേണം, പിന്നെ എങ്ങനെയാണ് അരയ്ക്കേണ്ടത്, എങ്ങനെ കേടാകാതെ സൂക്ഷിക്കാം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ 200 ഗ്രാം വെളുത്തുള്ളിയും 200 ഗ്രാം ഇഞ്ചിയും തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. രണ്ടും ഒരേ അളവിലെടുക്കാൻ ശ്രമിക്കണം, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് നമ്മൾ ആ വെള്ളത്തിലിട്ടിട്ട് തൊലി കളയുന്ന ആ ഒരു പരിപാടി എടുക്കരുത്. എന്താ വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു മാസം വരെയൊക്കെ വെക്കേണ്ടതല്ലേ. നന്നാക്കിയിട്ട് ഒരു മാസം വെക്കുമ്പോൾ കേടാവില്ല, പക്ഷേ ഇത് പേസ്റ്റ് ആക്കിയിട്ട് ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ കേടാവും. അത് കാരണം കൊണ്ട് അങ്ങനെ തൊലി കളയരുത്. സാധാരണ നമ്മൾ കത്തി കൊണ്ട് തന്നെ തൊലി കളയില്ലേ, അതേപോലെ കളയാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് കഴുകി വാലാൻ വെക്കണം. പിന്നെ ഇതിൽ 200 ഗ്രാം നമ്മൾ വാങ്ങി നന്നാക്കി വരുമ്പോഴേക്കും അതൊരു 150 ഗ്രാം ആവും കേട്ടോ. എന്താ വെച്ചാൽ ഇതിൽ കുറേ കേടുണ്ടാവും. വെളുത്തുള്ളിക്കാണെങ്കിൽ തൊലി നല്ല കനമുള്ളതാണ്. അപ്പോൾ ആ ഒരു തൂക്കമൊന്നും നമുക്ക് ഫുള്ള് കിട്ടില്ല, കുറേ നന്നാക്കണേൽ പോകും നമുക്ക്. ഇനി നമുക്കിത് അങ്ങനെ ഒരു ടർക്കിയിലേക്ക് വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പോഴാണ് നമ്മൾ ഇപ്പോൾ മറ്റേ ഓട്ടപ്പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാലും ഇങ്ങനെ വെള്ളം മുഴുവൻ പോവില്ല. ഇങ്ങനെ ഒരു തുണിയിലിട്ട് കഴിഞ്ഞിട്ട് വെച്ചാൽ അതിലത്തെ വെള്ളമൊക്കെ മുഴുവനും വറ്റി കിട്ടും. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയെ കൂടി കഴുകിയെടുക്കാം. വെളുത്തുള്ളിയിൽ പിന്നെ അധികം കരടൊന്നുമില്ല. ഇഞ്ചി പക്ഷേ അങ്ങനെയല്ല, ഇഞ്ചിയിൽ നിറയെ മണ്ണും ചളിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കഴുകിയത്. ഇല്ലെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് തന്നെ കഴുകിയാൽ മതി. ഇതിപ്പോൾ വെളുത്തുള്ളിയിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇനി അതും നമുക്ക് ഈ ടർക്കിയിൽ തന്നെ ഇടാം. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഈ ടർക്കി വലിച്ചെടുക്കും. മുകളിലുള്ളത് കാറ്റ് കൊണ്ടിട്ട് ഉണങ്ങും ചെയ്യും. അപ്പം നമുക്ക് കുറച്ച് നേരം ഇതിനങ്ങനെ ഉണങ്ങാൻ വിടാം. വെള്ളം നന്നായി വറ്റിയാലാണ് നമുക്ക് കുറേ കാലം അത് കേടാവാതിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ടർക്കിയിലിട്ട് വയ്ക്കുന്നത്. ടർക്കി ഇല്ലെങ്കിൽ ഞാൻ ടർക്കി എന്ന് പറഞ്ഞെന്ന് മാത്രം, നമുക്ക് നല്ലൊരു തുണിയിലിട്ടാലും മതി. വെയിൽ കൊള്ളിക്കരുത്, വെയിൽ കൊള്ളാനത് നന്നല്ല. അപ്പം ഞാൻ മുകളിലത്തേക്ക് ഒന്ന് ഇങ്ങനെ ഒപ്പി കൊടുക്കുകയാണ്, വേഗം വെള്ളം വലിഞ്ഞ് കിട്ടുമല്ലോ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈ ചുട്ടു നീറിയിട്ട് ഒരു പാകമില്ല. എനിക്ക് പൊള്ളിയ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് പൊള്ളിയാലും ഒക്കെ ഞാൻ ചെയ്യണ ഒരു കാര്യം, നമ്മളുടെ വീട്ടിലൊക്കെ കറ്റാർവാഴ ഉണ്ടാകും. ഇപ്പോൾ എല്ലാ വീടുകളിലും വെക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിങ്ങോട്ട് ഇതാക്കിയിട്ട് അതിൻ്റെ ജെല്ല് കയ്യിൽ തേച്ച് കഴിഞ്ഞാൽ വേഗം ആ ചുട്ടു നീറിലൊക്കെ നമ്മുടെ വേഗം മാറും. അപ്പോൾ നിങ്ങളും ഇങ്ങനെ പൊള്ളിയാലും അതേപോലെ ഇതൊരു പൊള്ളൽ പോലെ തന്നെയാണല്ലോ, ചുട്ടു നീർന്ന പോലെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കറ്റാർവാഴയുടെ ഈ ഒരു ജെല്ല് തേച്ചാൽ മതി, വേഗം മാറും. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഇതിനെ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം വെള്ളം വാരല്ലോ വെച്ചിട്ട് അപ്പോൾ അതേ ഒക്കെ വാർന്ന് കിട്ടിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം വെളുത്തുള്ളീനെ ഞാൻ ഇടുന്നത് എന്താ വെച്ചാൽ ഇഞ്ചീനെ ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ട് അരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇഞ്ചീനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കണം. അപ്പോൾ ഇഞ്ചിയൊക്കെ ഞാൻ ചെറുതായി കട്ട് ചെയ്തു. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചേർക്കുന്നത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് ഫ്രിഡ്ജിൽ നമ്മൾ തണുപ്പായിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കട്ടയാവും. അപ്പോൾ ആ കട്ടയാവുന്ന ആ ടെൻഡൻസി നമുക്ക് കേടാവാതിരിക്കാൻ സഹായിക്കും. കൂടെ നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അങ്ങോട്ട് അരയ്ക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും വെള്ളം മാത്രം മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെള്ളം ചേർത്ത് അരയ്ക്കുന്ന ആൾക്കാരുമുണ്ട്. 2 ആഴ്ച വരെ അത് കേടാവാതിരിക്കും. 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു യെല്ലോ ഷെയ്ഡ് വരും. ഈ യെല്ലോ ഷെയ്ഡ് വരുന്നത് ഇത് കേടുവരുന്നതിൻ്റെ ലക്ഷണമാണ്. ഈ ഒരു മെത്തേഡിൽ അരച്ച് കഴിഞ്ഞാൽ 1 മാസം വരെ കേടുവരില്ല, അത് 100% ഉറപ്പാണ്. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇത് അരച്ച് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലേക്ക് കയറ്റി വെക്കരുത്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേഗം അരയും, കുറേ സമയമൊന്നും വേണ്ട. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കറിയോ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ, ചിക്കനൊക്കെ വെക്കുമ്പോൾ അതിൽ ഒരു സ്പൂൺ എടുത്ത് ഇടുകയല്ലേ വേണ്ടുള്ളൂ. മറ്റേ നമ്മൾ കുത്തിച്ചതയ്ക്കാൻ നിൽക്കണം, കുറച്ചാവുമ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അരയില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രം തന്നെ യൂസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനും നിങ്ങൾ പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.